السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി അകമ്പൊരുളുകാരൻ പറയുന്ന കാര്യം, ഈ അകമ്പൊരുൾ, ഖുർആൻ്റെ അകമ്പൊരുൾ എന്ന ഈ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ പറയേണ്ടത് ശ്രീനാരായണീയ, ഖുർആനിൻ്റെ ശ്രീനാരായണീയ വ്യാഖ്യാനം. ഇതിൽ യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ഒരു അകമ്പൊരുളും ഇല്ല. ഖുർആനിനെ വികൃതമായി അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. അതുകൊണ്ട് ഖുർആനിൻ്റെ അകമ്പൊരുൾ എന്നതിലേറെ ഇവിടെ പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണീയ വ്യാഖ്യാനം, ഖുർആൻ്റെ ശ്രീനാരായണീയ വ്യാഖ്യാനം എന്നതാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ ശ്രീനാരായണീയ വ്യാഖ്യാനത്തിൽ അതിൻ്റെ കർത്താവ് പറയുന്നൊരു സംഗതി റഷീദ് റിളയെ ഉദ്ധരിക്കുകയാണ്. റഷീദ് റിളയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിച്ചവർ എന്ന പദം മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച് അദ്ദേഹത്തെ പിൻപറ്റുന്നവരെ ഉദ്ദേശിക്കുന്നു. അവർ മുഅ്മിനുകൾ എന്ന് വിളിക്കപ്പെടും. യഹൂദർ, നസാറ, സാബിഉകൾ എന്നിവരിലൂടെ കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരുടെയും സമൂഹം എന്നാണ് ഉദ്ദേശം. ദൈവിക നീതിയുടെ വിളംബരമാണ് ഈ സൂക്തം. വരാനിരിക്കുന്ന പ്രവാചകനിലുള്ള വിശ്വാസം ഒരു അനിവാര്യതയായി ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാണ്. അതായത് 62-ാമത്തെ സൂറത്ത് അൽ ബഖറയിലെ 62-ാമത്തെ ആയത്തിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഉസ്താദ് പറയുന്നത്, ഉസ്താദ് റഷീദിലുള്ള പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് അദ്ദേഹത്തെ പിൻപറ്റുന്നവരെ ഉദ്ദേശിക്കുന്നു. അവർ മുഅ്മിനുകൾ എന്ന് വിളിക്കപ്പെടും. പിന്നെ യഹൂദർ, നസാറ, സാബിയുകൾ എന്നതിലൂടെ കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരുടെയും സമൂഹം എന്നാണ് ഉദ്ദേശം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവിടെ മുസ്തഫ കുറേ സംഗതികൾ വിട്ടുകളയുണ്ട്. അത് വിട്ടുകളഞ്ഞിട്ട് പിന്നീടാണ് പറയുന്നത് വരാനിരിക്കുന്ന പ്രവാചകനുള്ള വിശ്വാസം ഒരു അനിവാര്യതയായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് റഷീദ് റിളയെ സംബന്ധിച്ചിടത്തോളം റഷീദ് റിള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എവിടെയെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുക എന്നത് പരലോക രക്ഷയുടെ, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്, നബിയുടെ മുമ്പുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ നിർബന്ധമാണെന്നും അങ്ങനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാനാവുകയുള്ളൂ എന്നും റഷീദ് റിള എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് മുസ്തഫ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. അതല്ല, എങ്ങനെ പോയാലും അവർക്ക് രക്ഷപ്പെടാമെന്നാണോ റഷീദ് റിള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ യാതൊരു വളച്ചുകെട്ടുമില്ലാതെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ സൂറത്ത് ആലെ ഇമ്രാനിലെ ലൈസു സവാഅം മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ റഷീദ് റിള പറഞ്ഞു വന്നുകൊണ്ട് എന്ന അർത്ഥത്തിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് മുസ്തഫ പറയുന്ന സംഗതിയുണ്ട്. ഏത് വേദക്കാരനും രക്ഷപ്പെടാമെന്ന് റഷീദ് റിള പറയുന്നു. റഷീദ് റിള യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ തർപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ചില വശങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വിവരം കിട്ടുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ അത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചാവാം എന്നത് വരെ അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ യത്ലൂന ആയാത്തില്ലാഹി ആനാ അല്ലൈലി എന്ന ഖുർആൻ്റെ പ്രയോഗത്തെ റഷീദ് കൈയാളുന്നത് എങ്ങനെയാണ്? ആലി ഇമ്രാനിലെ ഈ ആയത്തിൻ്റെ വിശദീകരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ റഷീദ് റിള പറയുന്നത് പൂർവ്വവേദങ്ങൾ അതേപടി ഒഴിവിടുക എന്നതല്ല കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പൂർവ്വവേദങ്ങളിലുള്ള അള്ളാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളെ സംബന്ധിച്ച് അതൊരുവിടുന്ന ഒരു രീതിയെ സംബന്ധിച്ചാണ്
അതിൽ തന്നെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ, അതായത് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സബൂർ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ മിക്കവാറും പ്രാർത്ഥനകളാണുള്ളത്. എന്നിട്ട് അദ്ദേഹം അതിന് കുറച്ച് പ്രാർത്ഥനകൾ ഉദ്ധരിക്കുന്നുമുണ്ട് റഷീദ് റിള. അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായിട്ട് അറിയുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് അങ്ങനെ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള എനിക്ക് റഷീദിൻ്റെ അത് പറയേണ്ടതുള്ളത് ശരിയാണ്. അതിൻ്റെ സംഭവ്യതയെ സംബന്ധിച്ച് നമ്മൾക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവരെ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്തുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു സംഗതിയാവുകയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടായിരിക്കും. ഇമാം ഗസാലിയെ പോലുള്ള ആളുകൾ ആ സംഗതി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതിയുമാണ്. ഇവിടെ നമ്മളുടെ മുമ്പേയുള്ള പ്രശ്നം അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായതിനു ശേഷം, വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കുകയും അറിയുകയും അതുപോലെ ഖുർആനെ സംബന്ധിച്ച് കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്ത ഒരാൾ, അയാൾ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ സന്നദ്ധമല്ലാതെ നബിയെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്താൽ അത് ചെയ്തുകൊണ്ട് അയാൾ നിലവിലെ ബൈബിളോ പഴയ നിയമമോ പുതിയ നിയമമോ അതുപോലെ തന്നെ ഇന്ത്യയിലെ വേദങ്ങളോ ലോകത്ത് കിട്ടാവുന്ന ഏത് വേദവും എടുക്കാം, ഈ വേദങ്ങളനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് സ്വർഗത്ത് പോകാൻ കഴിയുമല്ല. ഇങ്ങനൊരു വാദം റഷീദിന് ഉന്നയിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ സൂറത്ത് അറാഫിൻ്റെ വിശദീകരണത്തിൽ അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൻ ഉമ്മിയ്യ എന്ന് പറയുന്ന ആയത്തിൻ്റെ വിശദീകരണം പരിശോധിച്ചാൽ നമ്മൾക്ക് ബോധ്യമാവുന്ന ഒരു സംഗതി, അവിടെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചെങ്കിലേ ഒരാൾക്ക് രക്ഷപ്പെടാനാവുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പൂർവ്വവേദങ്ങളിലെ പ്രവചനങ്ങൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ പല ഭാഗത്തും അത് എടുത്തു കൊടുക്കുന്നുണ്ട്. സൂറത്ത് അറാഫിൻ്റെ ഈ അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൻ ഉമ്മിയ്യ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം ബൈബിളിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ചുള്ള പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹം പറയുന്നു ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചെങ്കിലേ ഒരാൾക്ക് പരലോകത്ത് രക്ഷപ്പെടാനാവുള്ളൂ എന്നുള്ള. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ശ്രീനാരായണീയ വ്യാഖ്യാനത്തിൻ്റെ വക്താവ്, അതിൻ്റെ ഉപജ്ഞാതാവ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് റഷീദ് റിളയോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ ഉദ്ദേശിച്ചിട്ടില്ലാത്ത സംഗതികൾ എടുത്തിട്ട് അവരുടെ മേൽ കെട്ടിയേൽപ്പിക്കാനുള്ളതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മോക്ഷ സിദ്ധാന്തത്തിലോ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമായിക്കുമ്പാലിനെ പോലെയോ അതുപോലുള്ള ആളുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവരുമൊക്കെ ഇത് അംഗീകരിക്കുന്നവരാണെന്ന് വായനക്കാരനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ഇവരൊക്കെ നടത്താറുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ഒക്കെ നടത്താറുള്ളത് അതാണെന്നുള്ളതാണ്. ഇനി അതുമാത്രമല്ല, അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് 130 പേജിലാണെങ്കിൽ 139 പേജിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ ആദർശവും അവനിലെ നന്മയുമാണ് ദൈവം പരിഗണിക്കുന്നത്. മനുഷ്യൻ്റെ ആദർശവും അവനിലെ നന്മയുമാണ് ദൈവം പരിഗണിക്കുന്നത്. ദൈവത്തിലും പരലോകത്തിലുമുള്ള ഉറച്ച ബോധ്യത്തോടെ സർവപ്രവാചകന്മാരെയും വേദങ്ങളെയും സത്യപ്പെടുത്തി സൽക്കർമ്മനിരതരായി ജീവിച്ചാൽ ലഭിക്കുന്നത് ഭയദുഃഖാദികളില്ലാത്ത പ്രശാന്തമായ ഇഹപര ജീവിതമായിരിക്കും. ദൈവത്തിൻ്റെ തൃപ്തിയും ശാന്തസുന്ദരമായ ഇഹലോക ജീവിതവും ആനന്ദകരമായ പരലോക ജീവിതവുമാണ് മോക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? 2 സംഗതിയാണ്. ഒന്ന് ദൈവത്തിൽ, രണ്ടാമത്തത് പരലോകത്തിലുള്ള ഉറച്ച ബോധ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ബോധ്യം എന്ന് പറയുന്നത് വിശ്വാസമായി മാറണമെങ്കിൽ അയാൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്, അയാളത് സത്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരാൾക്ക് ബോധ്യപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അത് വിശ്വാസമാവണം, ഈമാനാവില്ല.
കാരണം ലോകത്ത് ഇത് ബോധ്യപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതേ അവസരം അവരിത് അംഗീകരിച്ചിട്ടില്ല, സത്യപ്പെടുത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഖുർആനിനെ അല്ലെങ്കിൽ മറ്റു വേദങ്ങളെപ്പോലും അംഗീകരിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ കൂട്ടാക്കാത്ത, എന്നാൽ ഇതൊക്കെ ശരിയാവാനുള്ള സാധ്യത ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. വിശേഷിച്ചും ഖുർആനിൻ്റെ നബിൻ്റെയും ഒക്കെ കാര്യത്തിൽ അത് ബോധ്യപ്പെട്ടതിന് ശേഷവും അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പരലോകത്ത് അവർ എന്തായിരിക്കുന്ന വിധി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇസ്ലാം ഇത്തരം ആളുകളെ എണ്ണുന്നത് നിഷേധികളുടെ കൂട്ടത്തിലാണ്. ഒരിക്കലും അത്തരം ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. മുസ്ലിങ്ങളുടെ, മോമിനുകളുടെ, വിശ്വാസികളുടെ കൂട്ടത്തിൽ എണ്ണണമെങ്കിൽ ഖുർആനിൻ്റെ തന്നെ രീതി അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് അയാൾ ബോധ്യപ്പെട്ടാൽ പോരാ, ഇത് ഉള്ളാരെങ്കിലും അയാൾ വിശ്വസിക്കാന്നുള്ളൊരു സംഗതി, സത്യപ്പെടുത്താനുള്ളൊരു സംഗതി അയാൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഫറോവയെ സംബന്ധിച്ച് മൂസാ നബിയുടെ ഏറ്റവുമുള്ള ബന്ധപ്പെട്ട പരാമർശത്തിൽ വഖാല റജുലും മുഅ്മിനും മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു എന്ന് പറയുന്നുണ്ട്. ഫിർഔൻ്റെ ആളുകളിൽപ്പെട്ട ഈമാൻ മറച്ചു വച്ചിരുന്ന മുഅ്മിനായൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ ഈമാൻ പ്രകടിപ്പിച്ചിട്ടില്ല, അയാൾക്ക് ബോധ്യപ്പെടുക മാത്രമല്ല ചെയ്തത്, ആ ബോധ്യത്തെ അയാൾ അംഗീകരിക്കുകയും അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് പ്രഖ്യാപിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം, ചില ആളുകൾക്ക് ഇത് പ്രഖ്യാപിക്കാൻ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടാവില്ല, അവരത് മറച്ചു വെച്ചു എന്ന് വരാം. പക്ഷേ അവരുള്ളാലെ അത് സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ഇതാണ് ശരി, മറ്റതൊക്കെ തെറ്റാണ് എന്നുള്ള നിലക്ക് അത് അംഗീകരിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഈമാൻ എന്ന് പറഞ്ഞ ഈമാൻ. അല്ലാതെ ബോധ്യപ്പെടാനുള്ളതല്ല. ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഒരാൾക്ക് പരലോകത്ത് രക്ഷപ്പെടാമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞു കാണില്ലാണ്. ഈ സൂറത്ത് ബഖറയിലെ 72-ാമത്തെ ആയത്തിൽ പോലും പറയുന്നതാണ് ഇല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബീന എന്ന് പറഞ്ഞതിൻ്റെ ശേഷം മൻ ആമന എന്നാണ് അവിടെ പറഞ്ഞത്, വിശ്വസിക്കാം, അല്ലാതെ അവിടെ ബോധ്യപ്പെടാനുള്ളതല്ല. അപ്പോൾ ഈ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് രക്ഷപ്പെടാനാവുള്ളൂ. അതിനനുസരിച്ചായിട്ടുള്ള സൽക്കർമ്മങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം നബിയെ സംബന്ധിച്ച്, ഖുർആനെ സംബന്ധിച്ച് അറിഞ്ഞ, കേട്ട, ആ സന്ദേശം എത്തിയിട്ടുള്ള ഒരാൾ, അല്ലാത്തവരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പരാമർശമില്ല. അത് എത്തിയിട്ടുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക, ഖുർആനെ അംഗീകരിച്ച് അത് സത്യമാണെന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാനാവുള്ളൂ. ഇവിടെ ഈമാൻ എന്ന് പറയുമ്പോൾ നിഷേധിക്കാതിരുന്നാൽ മതി എന്നുള്ള പൊട്ടത്തരാണ് ഇവിടെ ഈ കൃതിയുടെ കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഗതി. വിശ്വാസത്തിന് നിഷേധിക്കാതിരിക്കാനുള്ളൊരു വ്യാഖ്യാനം ഒരിക്കലും നൽകാൻ പറ്റൂല. ഈമാൻ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ രൂഢമൂലമായി തീരേണ്ടുന്നൊരു സംഗതിയാണ്. അല്ലാതെ നിഷേധിച്ചില്ല എന്നതുകൊണ്ട് മാത്രം അയാൾ മോമിനാവില്ല. മോമിനാണെങ്കിൽ അയാൾ അത് ഉൾക്കൊള്ളുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് സാധ്യമാവൂ. അങ്ങനത്തെ ആളുകൾക്കാണ് പരലോകം രക്ഷപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന്. അവർക്ക് അവരുടെ പ്രതിഫലം ഉണ്ട് അവരുടെ റബ്ബിങ്കൽ, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ ശ്രീനാരായണീയ വ്യാഖ്യാനത്തിലേ നമുക്ക് പെടുത്താൻ പറ്റൂ. അത് ഖുർആനുമായിട്ട് ഇസ്ലാമുമായിട്ട് അതിന് ബന്ധമില്ല. അത് അംഗീകരിച്ചുകൊണ്ട് അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരലോകത്ത് രക്ഷപ്പെടാനാവും എന്ന് ഖുർആൻ്റെ വെളിച്ചത്തിൽ പറയാൻ പറ്റുകയില്ല എന്നുള്ളതാണ് വസ്തുത.